ഇത് ലക്ഷദ്വീപിൽ നിന്നുള്ള കാഴ്ചകളാണ്. ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കോറൽ ഐലൻഡുകളാണ്. ഞാൻ ഒരു കഥ പറയാം. ലക്ഷദ്വീപിൻ്റെ കഥയല്ല, എൻ്റെ കഥ പറയാം. സെക്കൻഡ് ലൈഫ്. എൻ്റെ പേര് ചൂര. ഇത് എൻ്റെ കഥയാണ്. ചൂണ്ടയിൽ കുടുങ്ങിയതിന് ശേഷമുള്ള എൻ്റെ കഥ. ചൂണ്ടയിൽ കുടുങ്ങിയ എന്നെ ബോട്ടിൽ നിന്നും കരയിലേക്ക് മാറ്റുന്നതാണ്. കരയിൽ നിന്നും വീണ്ടും അടുത്ത വണ്ടിയിലേക്ക്. ഇനിയുള്ള എൻ്റെ യാത്ര ഈ മീൻവണ്ടിയിലാണ്. ഒരുപാട് മീനുകളെ കിട്ടുമ്പോൾ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോയാണ് ഞങ്ങളെ വിൽപ്പന നടത്തുന്നത്. ഞങ്ങളുടെ തൂക്കവും വലിപ്പവും നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം വില കൊടുത്ത് ഞങ്ങളെ വാങ്ങും. എന്നെയും വാങ്ങിയ ഒരാൾ. ഇപ്പോൾ ബൈക്കിലാണ് എൻ്റെ യാത്ര. ബൈക്ക് വന്നു നിന്നത് ആരുടെയോ ഒരു വീട്ടിലാണ്. ബൈക്കിൽ വന്ന ആൾ വീട്ടുകാരോട് വിളിച്ചു പറയുന്നത് കേട്ടു, ബൈക്കിൽ ചൂരയുണ്ട്, എടുത്തോ എന്ന്. അത് പറഞ്ഞതും വേറൊരാൾ വന്ന് ബൈക്കിൽ നിന്നും എന്നെയും എടുത്തുകൊണ്ട് പോകുന്നതാണിത്. ബൈക്കിൽ മീനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ എടുത്തുകൊണ്ടുപോയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വിൽപ്പനക്കാരുടെ അടുത്ത് നിന്നും എന്നെ വാങ്ങിയ ആളും അവസാനം എൻ്റെ അടുത്ത് വന്നിരുന്നു. കടലിൽ നിന്നും വന്നതാണെങ്കിലും വാങ്ങിയ ആള് എന്നെ കഴുകി വൃത്തിയാക്കി. എന്നെപ്പറ്റിയും കടലിലെ ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റിയും നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് എനിക്കറിയാം. ഇത് ചൂണ്ടയിൽ കുടുങ്ങിയതിന് ശേഷമുള്ള എൻ്റെ രണ്ടാം ജീവിതമാണ്. എന്നെ ഈ വെട്ടിമുറിക്കുന്നത് എന്തിനു വേണ്ടിയാ? മീനച്ചാറുണ്ടാക്കാനാണോ? അതോ മീൻ ബിരിയാണി ഉണ്ടാക്കാനാണോ? അതോ ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ മീൻ വറ്റിക്കാൻ വേണ്ടിയാണോ? അതല്ല മസാലയും തേച്ച് പൊരിക്കാനാണോ? അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്നെയും കൊണ്ട് പല പല ഉപകാരങ്ങളും ഉണ്ട് എന്നെനിക്കറിയാം. എന്നെ വെട്ടി വൃത്തിയാക്കുമ്പോൾ പൂച്ചകളും വന്നു. പൂച്ചകൾക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടാറുണ്ട്. അത് ആർത്തിയോടെ തിന്നുമ്പോൾ വീണ്ടും വന്ന് ആരും കാണാത്ത രീതിയിൽ വീണ്ടും എൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവസാനം എന്നെ വെട്ടിമുറിച്ച് ചട്ടിയിലാക്കി. ഇനി കാത്തിരുന്ന് കാണാം എന്നെയും കൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. എന്നെ വെട്ടിമുറിച്ചതിൻ്റെ ബാക്കി വന്ന അവശിഷ്ടങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി. എൻ്റെ തല ഇതെന്തിനാണാവോ മാറ്റിവെച്ചത്? തലക്ക് വേറെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എൻ്റെ തല ഒരു കൈക്കൊട്ടിൻ്റെ മുകളിലേക്ക് എടുത്തു വച്ചു. എങ്ങോട്ടായി ഈ പോക്ക്? ഓ, തൊട്ടടുത്ത് തന്നെയാണല്ലോ. ഈ വാഴയുടെ ചുവട്ടിലേക്കാണോ എന്നെ കൊണ്ടുവന്നത്? അയ്യോ, എൻ്റെ തലയിടാനാണല്ലോ കുഴി കുഴിക്കുന്നത്. ഇട്ട് അതിന് മുകളിൽ കുറച്ച് ഇലയും വെച്ചു. ഇല വെച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ കുഴി മണ്ണിട്ട് മൂടി. ഇപ്പോൾ ഇവിടെ എൻ്റെ തല കുഴിച്ചിട്ടതിൻ്റെ യാതൊരു ലക്ഷണവും കാണാനില്ല. എൻ്റെ തല കാരണമാണോ ഇവിടുത്തെ വാഴയൊക്കെ ഇങ്ങനെ കുലച്ചു നിൽക്കുന്നത്? അടുത്ത് ധാരാളം ചെടികളും പൂക്കളുമുണ്ട്. പിന്നെ കോഴികളും വന്നെത്തി. എൻ്റെ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഇവൻ നോക്കുന്നത്. ചെടികളും പൂക്കളും മാത്രമല്ല, കോഴികളും പൂച്ചകളും ഉണ്ട്. അവർക്കിന് വയറ് നിറച്ച് എൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആടുകൾക്ക് നേരിട്ട് എൻ്റെ അവശിഷ്ടങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് ചെടികളും ഇലകളുമാണ് ആവശ്യം. ചെടികൾക്കും വാഴയ്ക്കും എൻ്റെ തലയാണ് ആവശ്യം. ചിലന്തി വരെയുണ്ട്. ആദ്യം കവറിലാക്കി എൻ്റെ തല ഒഴിച്ചുള്ള ബാക്കി അവശിഷ്ടങ്ങൾ ദാ വീണ്ടും വന്നെടുത്തു. ഇനി എങ്ങോട്ടേക്കായിരിക്കും ഈ കവറിൽ എന്നെയും ഇട്ടുകൊണ്ട് പോകുന്നത്? ഞാൻ ഈ വീട്ടിലേക്ക് വന്ന അതേ വണ്ടിയിൽ തന്നെയാണല്ലോ എന്നെ വീണ്ടും കൊണ്ടുവന്ന് തൂക്കിയിട്ടിരിക്കുന്നത്. വണ്ടി വീണ്ടും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അയ്യോ, വീണ്ടും വന്നെത്തിയത് കടൽ തീരത്തേക്ക് തന്നെയാണല്ലോ. വിചാരിച്ചതുപോലെ തന്നെ കടൽ കളഞ്ഞു. പ്ലാസ്റ്റിക് കവർ കടലിലേക്ക് വലിച്ചെറിയുന്നില്ല. എൻ്റെ ബാക്കി വന്ന് എല്ലും മുള്ളും കുടലും വേസ്റ്റും കടലിലേക്ക് എറിഞ്ഞതല്ല, അതൊരു കെണിയാണ്. എൻ്റെ വേസ്റ്റുകൾ ഇട്ട് വീണ്ടും പുതിയ മീനുകളെ വല വീശി പിടിച്ചു. ഞാൻ ചൂണ്ടയിലാണ് കുടുങ്ങിയതെങ്കിൽ ഇവരെല്ലാം വലയിലാണ് കുടുങ്ങിയത്. അതൊന്നും രണ്ടുമല്ല, ഒരുപാട് എണ്ണമുണ്ട്. ഒരെണ്ണം പോലും മിസ്സായിട്ടില്ല എന്ന് തോന്നുന്നു. തന്ത്രപരമായ മീൻപിടുത്തം. വലയിൽ കുടുങ്ങിയ ചെറിയ മീനുകളെയെല്ലാം ദാ വലയിൽ നിന്ന് പുറത്തെടുത്തു. ചുറ്റും കൊണ്ടുവന്ന അതേ കവറിലേക്ക് തന്നെയാണ് ഈ വലയിൽ കുടുങ്ങിയ മീനുകളെയും പിടിച്ചിടുന്നത്. കടലിനടിയിൽ ജനിച്ചു വളർന്ന ഞാൻ മറ്റ് ഒട്ടനവധി ജീവികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറാറുണ്ട് എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല.